ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെമ്മീനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ക്രീമി ചെമ്മീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നു, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചെമ്മീൻ ഉണ്ടായാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് ഇതിന്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇത് എങ്ങനെ ആക്കിയെടുക്കുന്ന നോക്കാം. ഇതുപോലെ വലിയ ചെമ്മീൻ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കതിൻ്റെ കാലും കൈയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ആക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. അതുപോലെ ഞാൻ എല്ലാം ചെമ്മീൻ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കച്ചറൊക്കെ കളഞ്ഞ് എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായി അത് കഴുകിയെടുത്താൽ മതി. അതിന് ശേഷം ഈ ചെമ്മീൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു പാൻ വെക്കുക. ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ആ ബട്ടർ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇതുപോലെ ഗാർലിക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ നമുക്കിതുപോലെ ചെമ്മീനൊക്കെ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ചെമ്മീനായതുകൊണ്ട് പെട്ടെന്നായി കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് കുരുമുളകും അതുപോലെ ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് എല്ലാം കൂടി മിക്സാക്കി ഇതുപോലെ ഒന്ന് കളർ മാറുമ്പം തന്നെ നമുക്ക് ആ ചെമ്മീനായി കിട്ടും. ഇതിപ്പോൾ ചെമ്മീനാക്കിയെടുത്തതാണ്. ഇനി അതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഗാർലിക്ക് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ബട്ടറിലൊന്ന് അതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ 2 സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചതാണ്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി കിട്ടും. ഞാൻ ഇപ്പം ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് ഇതിപ്പം പെട്ടെന്നായി കിട്ടി. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യത്തിന് ഉപ്പെടുത്ത് പിന്നെ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ഇതുപോലെ 2 ടീസ്പൂണോളം മിൽമ ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടിച്ച പൊടിയാണിത്. അത് നമുക്ക് എത്ര വേണമെന്നതനുസരിച്ച് വെള്ളവും പൊടിയൊക്കെ നമുക്കതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പം നമുക്കിപ്പോൾ കൈ കൊണ്ട് അതിപ്പോൾ തൊടാൻ കഴിയില്ല, നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ സ്പൂണ് വെച്ച് എല്ലാം കൂടി മിക്സാക്കി കൊടുത്ത് അതൊന്ന് പോയതിന് ശേഷം നമുക്ക് അതൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കട്ടെ ഈ മാവ്. ഇനി നമുക്ക് എത്രയെന്ന് വലുപ്പത്തിനനുസരിച്ച് ഓരോരോ ഉരുള എടുത്ത് അതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയൊക്കെ തന്നെ ചേർത്ത് അതൊന്ന് നമ്മൾ പരത്തിയെടുക്കുന്നതാണ്. പിന്നെ ഇത് ചുടുന്നതൊക്കെ ചപ്പാത്തി ചുടുന്നതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ചില കുട്ടികൾ ഫസ്റ്റ് ടൈമൊക്കെ ചുടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചപ്പാത്തി ചുടുമ്പോൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യം ഇട്ട് ചെറിയൊരു
ബബിളായിട്ട് വരുമ്പം തന്നെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം നല്ലതാ ഇതുപോലെ നല്ല പൊന്തി വരും ചപ്പാത്തി. ഇതാ ആദ്യം നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ചെറിയൊരു ബബിൾ വരുമ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒന്ന് ഇതുപോലെ വീണ്ടും ഒരു ചെറിയ ബബിൾ വരുമ്പം തന്നെ നമുക്കത് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ ചപ്പാത്തി ഇതാ റെഡിയായി. ഇതാ പൊന്തി വരുന്നത്. അപ്പോൾ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ചപ്പാത്തി. ഇതിപ്പം പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, വളരെ പെട്ടെന്നാക്കി എടുക്കാനും പറ്റും. ഇതാ ഞാനിപ്പോൾ ഇതാ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത്. ഇതിപ്പോൾ എത്ര ടൈം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും ഈ ചപ്പാത്തി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ചപ്പാത്തിയുടെ കൂടെയോ അല്ല പൊറോട്ട നാണോ എന്തിൻ്റെ കൂടെയും ഈ ചെമ്മീൻ്റെ ഈ ക്രീമി നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.